വാലന്റൈൻസ് ഡേ ആണ്. പക്ഷേ അല്ല, because today we are celebrating Galentine's Day. മറ്റൊന്നുമല്ല, we are celebrating female friendships here. കാരണം സെയിന്റ് ട്രീസസ് കോളേജ് ആണെന്നറിയാം, we share some special bonds with each other. അല്ലേ? So for that, Valentine's outage time. ഞങ്ങൾ STCയിൽ we are celebrating Galentine's today. So അതിന്റെ ഭാഗമായിട്ട് a hearty welcome to Aap Kaise Ho. ഇനി നമ്മളിവിടെ നിൽക്കണോ? ജീവ ഇവിടെ ഇല്ലേ? മൈക്ക് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ? സോ ജീവ, STCയിൽ ആദ്യമായിട്ട് വന്നിട്ട് എന്താണ് പറയാനുള്ളത്? ഹലോ ഗേൾസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു, പക്ഷേ ഈ മതിലിനകത്ത് കയറിയപ്പോൾ എന്റെ ധൈര്യമൊക്കെ എന്തോ ചോർന്നു പോയ പോലെ. ഇപ്പൊ ചെറിയ വിറവലൊക്കെ ഉണ്ട്. നിങ്ങൾ ഗാലന്റൈൻസ് ഡേ അല്ലേ? പക്ഷെ ഞങ്ങൾ കുറച്ച് പേരുള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഗാലന്റൈൻസ് ഡേ നമുക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ടീം ആപ് കൈസയോ എന്നെ പോലെ ഹിന്ദി അറിയില്ല തോന്നുന്നു. ഇതല്ലാതെ വേറൊരു ഹിന്ദി എനിക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ പറയാൻ വന്ന ഹിന്ദിയല്ല, ഞങ്ങളുടെ സിനിമയെ പറ്റിയാണ്. ഫെബ്രുവരി 28 ആപ് കൈസയോ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കോളേജ് പ്രൊമോഷൻസ് തുടങ്ങാൻ ഏറ്റവും നല്ല സ്ഥലം സെന്റ് ട്രീസസ് തന്നെയാണല്ലോ. ഒരു 3-4 തവണ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട് പല പല പരിപാടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത പല പരിപാടികൾ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് മാറിയില്ല. കാര്യം ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. എനിക്കും കുറെ നാളായിട്ട് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് നടന്നില്ല. പക്ഷെ വരേണ്ട ഒരു സമയം വന്നപ്പോൾ കൃത്യമായിട്ട് വാലന്റൈൻസ് ഡേക്ക് തന്നെ സെന്റ് ട്രീസസിലെ കുട്ടികളെ കാണാൻ പറ്റി. ഞാൻ ധന്യനായി. ഓരോരുത്തരും ഇനി സിനിമയെ പറ്റിയൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇത്രയും സംസാരിച്ചാൽ മതി. ഇനി ഞാൻ ഇവിടുത്തെ നിങ്ങളിൽ ഒരാളായ വീണയ്ക്ക് കൊടുക്കാൻ പോവാണ്. വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് ട്രീസസിന്റെ ഈ അങ്കണത്തിൽ ഓടി നടന്ന ഈ കുട്ടി ആരാണ്? വർഷങ്ങൾക്ക് ശേഷം ആരാണ്? അത് വീണയിൽ നിന്ന് അറിയാം. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കോളേജിലേക്ക് തിരിച്ചു വരണമല്ലോ. ആ സന്തോഷത്തിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ ഗന്ധി പോൽ തടിച്ചു നിർത്തിരിക്കുന്ന വീണ. ലെറ്റ്സ് വെൽക്കം വീണ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കണ്ണടയൊക്കെ വലിയ ജാടയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതെന്ന്. ഒന്നുമല്ല, എന്റെ കണ്ണുനീർ ഗ്രന്ഥിക്ക് വീക്കമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ വൃത്തികേടാവട്ടല്ലോ എന്ന് വിചാരിച്ച വെച്ചേക്കണേ. കുഴപ്പമില്ലല്ലോ അല്ലേ? ആപ് കൈസേ ഹോ? എനിക്ക് ഹിന്ദി അറിയില്ല, പക്ഷെ നമ്മൾ പറയുന്ന ഹിന്ദിയൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാന്നുള്ളതാണ്. കാരണം തുമാരാ നാം ക്യാ ഹൈ, ഇപ്പൊ ആപ് കൈസേ ഹോ ഇത്രേ എനിക്കും അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഒബ്വിയസ്ലി ഇവിടെ വന്നേക്കുന്നത് ഓൾറെഡി ജീവ ഇത്രയും ഗംഭീരമായ ഒരു പ്രസംഗം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൊണ്ട് ഇനി എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ഫെബ്രുവരി 28 ഒരു കൊച്ചു സിനിമ ആപ് കൈസേ ഹോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണില്ലേ? എന്നിട്ട് എല്ലാവരും നമ്മളെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടൂല്ലേ? ഉറപ്പല്ലേ? ഞാനിത് വിശ്വസിച്ചോട്ടെ. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ത്രൂ ഔട്ട് റോൾ ഉണ്ടെന്ന്. ഞാനൊരു 1 സെക്കൻഡേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ ഒന്ന് പറയാൻ എനിക്ക് എന്റെ പൊന്നത്തെ ഇതൊക്കെ ഒഴിഞ്ഞു പോയി. അപ്പൊ ഏതായാലും ആപ് കൈസേ ഹോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ഫീഡ്ബാക്കിനുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയൊരു റേഡിയോ പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് മൈക്ക് കൈമാറാം അല്ലേ? അതോ ധ്യാനിലേക്ക് പോകണോ? നിങ്ങൾ പറയുന്ന ആൾക്ക് കൊടുക്കും. ഓക്കേ, മൈക്ക്. സെന്റ് ട്രീസസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയ ഒരാളിലേക്ക് മൈക്ക് കൊടുക്കണോ? അതോ ആ അവസാനം സംസാരിക്കണം അതിന്റെ ഒരു മൂഡ് അല്ലേ? അപ്പൊ സിനിമയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഇനി നീ കണ്ടിന്യൂ. അങ്ങനെയാണെങ്കിൽ വിജിതയ്ക്ക് കൊടുക്കട്ടെ. വളരെ ഗംഭീരമായ മലയാളത്തിൽ മൊഴിയാൻ അറിയുന്ന വിജിതയ്ക്ക് നമുക്ക് കൊടുക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കുറവ് പരിചയമുള്ള ഒരാൾ ഞാനായിരിക്കും. ശബ്ദത്തിലൂടെ ചിലപ്പോൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ക്ലബ് എഫ്എമ്മിലെ RJ കൂടിയാണ്, RJ വിജിത. ആൻഡ് ഇത് ഞാൻ അഭിനയിച്ച സിനിമ കൂടിയാണ്. പിന്നെ പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഷംല എന്നൊരു ക്യാരക്ടറാണ് ചെയ്തത്. അതും ചിലപ്പോൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ എൻ്റെ നാട് ഇവിടെയൊന്നുമല്ല, പാലക്കാടാണ്. അപ്പോൾ നമ്മൾ
കോളേജിലൊക്കെ പഠിക്കാനുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സ്വന്തം നാടല്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കുന്ന പേരാണ് എറണാകുളത്തെ സെൻറ്റ് തെരേസാസ്. അവിടെയാണ് വലിയ വലിയ സ്റ്റാർസ് ഒക്കെ പഠിക്കുന്നത്, പെൺകുട്ടികൾക്കുള്ള കോളേജാണ്, സേഫായിട്ട് പോയിട്ട് പഠിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ പാലക്കാട്ടിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അപ്പം അത്രയും ചെറുപ്പത്തിലേ വളരെയധികം കേട്ടിട്ടുള്ള ഒരു കോളേജിൽ ഇങ്ങനെ ഞാൻ അഭിനയിച്ച സിനിമയുടെ ഭാഗമായിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ സാധിച്ചിട്ടില്ല. ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചതൊക്കെ. സോ അത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും ഗേൾസ്, പ്രത്യേകിച്ചും വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത്രയും ഗേൾസിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ നിങ്ങൾ കാണും. താങ്ക് യു. എപ്പോഴും ഗേൾസാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളെപ്പോഴും ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഒരു കുറച്ച് 2 ജനറേഷൻ മുന്നേ വരെയൊക്കെ സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കുറ്റം പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ കുറേയൊക്കെ മാറിയില്ലേ, നമ്മൾ ശരിക്കും ഒരു പില്ലർ പോലെ ഗേൾസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സപ്പോർട്ടിന് നമുക്ക് ഈ ഒരു ദിവസം കുറച്ചും കൂടി എന്താ പറയുക, ആ സപ്പോർട്ട് കൊടുക്കാൻ തോന്നട്ടെ. ആൻഡ് ഞങ്ങളുടെ സിനിമ ആപ് കൈസേ ഹോ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങളെ പോലുള്ള കുറച്ച് ആളുകളുടെ ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഒരു സിനിമയുടെ നെടും തൂണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടറാണ്. ഈ സിനിമയുടെ ഡയറക്ടർ പ്രിയപ്പെട്ട വിനയ് ചേട്ടനെ, വിനയ് ജോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ ആദ്യത്തെ പടമാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. കുറച്ച് പടങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കണം. എന്തായാലും ത്രൂ ഔട്ട് ഫണ്ണാണ്. ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെയാണ് പരിപാടി. അപ്പോൾ എല്ലാവരും പോയി കണ്ട് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ദിവ്യദർശൻ എന്നാണ്. ആക്ച്വലി എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല ബേസിക്കലി. കാരണം അതാ ഞാൻ കുറേ വർഷമായിട്ട് എൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു സെൻറ്റ് തെരേസാസിൻ്റെ ഉള്ളിൽ കയറണമെന്ന്. അതിനുവേണ്ടി അപ്പുറത്തെ ഫ്ലാറ്റ് എടുത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കയറാൻ പറ്റില്ല. ഇത്രയും വർഷങ്ങളെടുത്ത് ഇതിൻ്റെ അകത്ത് കയറാൻ. അതിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ധ്യാനോടും എൻ്റെ പ്രൊഡക്ഷൻ ഹൗസിനോടും ഒക്കെ നന്ദി പറയുന്നു. എന്തായാലും ഞങ്ങളുടെ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം. ഒരു ഫുൾ ഫൺ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ കോളേജിൽ വരുന്നത്. ആദ്യം രോമാഞ്ചത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. രോമാഞ്ചത്തിൻ്റെ പ്രൊമോഷൻ്റെ ആദ്യത്തെ കോളേജിൽ സെൻറ്റ് തെരേസാസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ആപ് കൈസേ ഹോയുടെയും ഇവിടുന്ന് തന്നെ തുടക്കമാണ്. അപ്പോൾ അതൊരു ഐശ്വര്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ആപ് കൈസേ ഹോ ഫെബ്രുവരി 28-ന് തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സർ. ഇനി അവന്റെ വരവാണ് ഗൈസ്. ഇന്റർവ്യൂവിൽ നമ്മളെ കൊടുക്കുടാ ചിരിപ്പിക്കുന്ന, എഴുത്തിലൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയും. അതിൽ ഏവരുടെ പറ്റിയാണ് പറയുന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ആശാനാണ്. ഈ നമ്മുടെ ആപ് കൈസേ ഹോയുടെ കഥ ജീവിതത്തിൽ നിന്നും കൂട്ടുകാരുടെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത വണ്ടർഫുൾ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, ആക്ടർ, ലെറ്റ്സ് വെൽക്കം ശ്രീനിവാസൻ. എന്താ ചെയ്യുക? എൻ്റെ ഓർമ്മയിൽ ഞാൻ 3-ാമത്തെയോ 4-ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജുമായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതേപോലെ. അപ്പം എന്നെപ്പറ്റി നിങ്ങളുടെയൊക്കെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരുമോ അവർ? സെൻറ്റ് തെരേസാസുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എന്തൊരു, വാലന്റൈൻസ് ഡേ ഓഫ് കോഴ്സ് പ്രണയ ദിനമാണ്. അപ്പം ഞാൻ ആ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാലന്റൈൻസ് ഡേ അല്ലാതെ വാലന്റൈൻസ് ഡേ ആയിരുന്ന കാലത്ത് ഇവിടെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള ആളാണ്. ഇതിനകത്തല്ല, പുറത്ത്.
രീതിയിൽ ഭയങ്കര ആത്മബന്ധമുണ്ട്, പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയിലോട്ട് പോകുമ്പോ പറയാലോ അല്ലേ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയില്ലേ, സാധാരണ എപ്പോഴും ഹോം ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഈസി. ഹോം ഗ്രൗണ്ടിലാകുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് സ്പോർട്സിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ ഭയങ്കര നമുക്ക് കളിക്കാനും പരിപാടിയൊക്കെ ഈസി ആയിരിക്കും. സെന്റ് ട്രീസസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവം വെച്ചാൽ, അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് പോലും അതൊന്നും ദീർഘനാൾ നീണ്ടു നിന്നില്ല, എല്ലാം ചുരുങ്ങിയ സമയം നീണ്ടു നിന്നില്ല. അതെന്റെ സ്വഭാവം കൊണ്ടല്ല, സെന്റ് ട്രീസസിൽ പഠിച്ച അന്നത്തെ പെൺകുട്ടിയുടെ തെറ്റും കൊണ്ടല്ല. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആ ബാച്ചിൽ അല്ലെങ്കിൽ അതിസുന്ദരിയായിട്ടുള്ള 1-2 കുട്ടികളുണ്ടാവും, സുന്ദരിമാരായിട്ടുള്ള കുട്ടികളുണ്ടാവും. മിക്ക പയ്യന്മാരും ഇവരുടെ പുറകെ ആയിരിക്കും, ഈ പറയുന്ന 2-3 പെൺകുട്ടികളുടെ പുറകെ ആയിരിക്കും. അപ്പൊ ഞാൻ ആ കാലത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടി, അവളുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു, ഇഷ്ടത്തിലാവുന്നു. 1 മാസം കഴിയുമ്പോഴേക്കും അവളുടെ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു, അവരോട് ഇഷ്ടം തോന്നുന്നു. പിന്നെ അടുത്ത വരുന്ന ആ കുട്ടികളിൽ നിന്ന് വേറെ കുറച്ച് കുട്ടികളോട് പരിചയപ്പെടുന്നു, അവരോട് പ്രണയം തോന്നുന്നു. അപ്പൊ സെന്റ് ട്രീസസിലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം മനസ്സിലായില്ലേ, നിങ്ങൾ പതിമുക്കാലും എല്ലാവരും ഭയങ്കര സുന്ദരിമാരാണ്, അതാ പ്രശ്നം. ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ വരുമ്പോ, ഇവിടെ മാത്രമേ ഉള്ളൂ ആ കൺഫ്യൂഷൻ. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് ഞാൻ വെറുക്കുന്നു സെന്റ് ട്രീസസിനെ. പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഇന്നത്തെ ദിവസം ഇത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ വാലന്റൈൻസ് ഡേ കുറിച്ച് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയണം. അപ്പൊ നമ്മൾ പറയും സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇതിലിപ്പോ കമ്മിറ്റഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? ആരുമില്ലേ? ഒരാളേ ഉള്ളൂ. കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ പോലും ഇല്ലേ? സിസ്റ്റർ ഇരിക്കുന്നോണ്ട് പേടിച്ചിട്ടാണോ? ബാക്കിൽ 2 പേരൊക്കെ കാണാം. അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കാന്നാണോ? സിംഗിൾ ആയിരിക്കും ചിലപ്പോ. അപ്പൊ എല്ലാവരും സിംഗിൾ ആണ്. അപ്പൊ സിംഗിൾ ആയിട്ടുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, അസൂയപ്പെടേണ്ട. മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരൊക്കെ കുറച്ച് സിംഗിൾ ആയിക്കോളും. പണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്, നമ്മൾ പ്രണയബന്ധം, ഇഷ്ടങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒരുപാട് അതിനെയൊക്കെ തേടിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ, ഉപമിക്കുക, നമ്മൾ എന്താ പറയണ്ടേ, പെൺകുട്ടികളെ നമ്മൾ പൂമ്പാറ്റകളെ പോലെ ഉപമിക്കുന്നു, ആണുങ്ങളെ നമ്മൾ കോഴി എന്ന് പറഞ്ഞ് ഉപമിക്കുന്ന പോലെ അല്ലേ? അതുപോലെ നമ്മൾ ഒരു കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരുപാട് പൂമ്പാറ്റകളെ അല്ലെങ്കിൽ ഭംഗിയുള്ള പൂമ്പാറ്റകളെ തേടി നമ്മൾ പോകും. അപ്പൊ എനിക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ കാലത്ത്. കാരണം അതൊന്നും നമ്മളൊന്നും അല്ല, ഒന്നും ആയിട്ടില്ല. അപ്പൊ അത്തരം റിജക്ഷനെ നമ്മൾ ഭയന്ന് തന്നെ പിന്നീട് പ്രപ്പോസലൊന്നും പോവാതെ, പ്രപ്പോസ് ചെയ്യാൻ പറ്റാതെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ സെൽഫ് വർത്ത്, സെൽഫ് ലവ്. നിങ്ങൾ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധനം സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം വെച്ചാൽ, ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുക. ഭയങ്കര ഫിലോസഫി ആയി പോകുന്നുണ്ടോ? ചെറുതായിട്ട് ആയിക്കോട്ടെ. നമ്മുടെ സെൽഫ് വർത്തും നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് സെൽഫ് ലവിൽ നമ്മൾ വരുന്നത്. നമ്മുടെ പഠനം, നമ്മൾ നന്നായി പഠിക്കുക, നമ്മുടെ പ്രായത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ അതത് പ്രായത്തിൽ ചെയ്യുക. എന്നിട്ട് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, അതുപോലെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കുക. പിന്നെ ഈ ബട്ടർഫ്ലൈസ് ഒക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ വരുന്നേ. അപ്പോൾ ഒരാളെ പോലും വിടാതിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച് സെന്റ് ട്രീസസ്. Feb 28th, आप कैसे हो? Thank you. സെന്റ് ട്രീസസ് ആണ് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട്
4 പേപ്പർ പ്രസംഗം എഴുതി പോക്കറ്റിൽ വെച്ചിട്ട് ഇത്രയും നേരം സംസാരിച്ചിട്ടും പടത്തെ പറ്റി ഒരു അക്ഷരം പറയാത്ത സ്പെഷ്യൽ കൈയടി പ്ലീസ്. ഇവിടെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ടോപ്പിക് ഒന്ന് മാറിപ്പോയിരുന്നു. വാലന്റൈൻസ് അല്ലട്ടോ, നമ്മള് ഗാലന്റൈൻസ് ആണ്, അത് മറക്കരുത്. പക്ഷേ ടോപ്പിക്ക് വല്ലാണ്ട് മാറി. അല്ല, ഞാൻ സെൽഫ് ലവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നമുക്ക് സെൽഫ് ലവിന് ഉപരിയായിട്ട് ഇവിടെ കാണുന്നത് പെൺ സൗഹൃദത്തിന്റെ കരുത്താണ്. പലരും കമ്മിറ്റഡ് ആയിട്ട് സിംഗിൾ ആണെന്ന് പറയാൻ ധൈര്യം പോലെ, കമ്മിറ്റഡ് ആണെന്ന് ധൈര്യം പോലും ഇല്ലല്ലോ നിങ്ങൾക്ക്. എല്ലാവരും ടീമിലൊന്നും വരില്ലെന്നേ. നമുക്കിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഗാലന്റൈൻസ് ഉള്ളപ്പോ വാലന്റൈൻസ് ഒക്കെ എന്തിനാ അല്ലേ? അല്ല, നിങ്ങളുടെ 100 ഇയേഴ്സിന്റെ സെന്റിനറി ഇതും കൂടെ അല്ലേ ഇത്? അതെ, നമ്മുടെ ഈ വർഷം സെന്റ് ജോസഫിന്റെ ലെഗസി ആയി 100 ഇയേഴ്സ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണയാണ്. അതിനോടുകൂടി നമ്മൾ ഒരുപാട് ഇവന്റ്സും പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ആയാലോ? അതും ഈ ദിവസത്തില് ഞങ്ങൾ ആദ്യം ഓർക്കുന്ന ഒരു പാട്ടുണ്ട്. ഞങ്ങൾ യൂണിയൻകാർ ഒരുമിച്ച് ആദ്യം ഈ പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്തൊരു പാട്ട് മറ്റൊന്നുമല്ല, കരളേ കരളിന്റെ കരളേ. അത് ചെറുതായി നമുക്കൊന്ന് ഡാൻസ് ആക്കിയാലോ? പക്ഷെ നമ്മുടെ ഗാലന്റൈൻസ് ഡേ ഫംഗ്ഷനായിട്ട് മാച്ച് ആവുമോ? ഇത് ഞങ്ങൾ മാച്ച് ആക്കും. ഇല്ലെന്നേ, 2 പെൺകുട്ടികൾ തമ്മിലുള്ള അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ കറുപ്പിനഴക് അതൊക്കെ പിടിക്കാം. കറുപ്പിനഴക് പിടിക്കാം. നമുക്ക് വീഡിയോ ഡാൻസ് കളിക്കും. സെലിബ്രേറ്റിംഗ് ഗാലന്റൈൻസ് ഡേ. Okay, why not? So music team, ധ്യാനയുടെ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് കറുപ്പിനഴകാണ്. സോ അത് തന്നെ നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാം. യെസ്, കറുപ്പിനഴക് കളിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരണം. പ്ലീസ് പ്ലീസ്. കറുപ്പിനഴക് തന്നെ വേണോ? സ്റ്റുഡൻസ്, നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഡാൻസേഴ്സ് കം ഓൺ ടു ദി സ്റ്റേജ്. യെസ്, അതന്നെ 2 ചുണ്ടക്കുട്ടികൾ ഓടി വന്നിട്ടുണ്ട്. വി നീഡ് മോർ ഓഫ് യു ലൈക്ക് ദാറ്റ്. ഓടി വാ. കറുപ്പിനഴക് മാറ്റാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? രാഖിലി പാട്ടിൽ ഏതെങ്കിലും പാട്ട് വെച്ചോ? രാഖിലി പാട്ട് സിനിമല്ലേ? ദും 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 ദൂരെ തോന്നുള്ള പാട്ട്. സുന്ദരികളും ചുടക്കുട്ടികളുമായ പെൺകുട്ടികൾ ഓടി ഓടി വരട്ടെ. എന്റെ പേര് കളയരുത്. സെന്റ് എസ് പഠിച്ചപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പെൺകുട്ടികളാണ് എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാവരും ഓടിച്ചാടി സ്റ്റേജിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് കുറച്ച് പേര് വരണം. 1 2 3. ഈ 3 പെൺകുട്ടികൾക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. Music please.
Can we have the music once again, please? എന്നാ മ്യൂസിക് വേണ്ട, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയാലോ. നമ്മുടെ ഇന്റർവ്യൂ കിങ് ഇവിടെ നിൽക്കുമ്പോൾ ഐ എം ഷുവർ എവ്രിവൺ ഈസ് ഈഗർലി വെയിറ്റിംഗ് ടു സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഐ എം ഷുവർ യു ഗൈസ് ആർ എക്സൈറ്റഡ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. സോ എനിവൺ STC, come on. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? Yes, we have a student here. Hi, my name is Janaki. എനിക്ക് ജീവചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ഹലോ, ചേട്ടാ സ്കിൻ കെയർ ഒന്ന് പറയാമോ? ആൺകുട്ടികളോട് സ്കിൻ കെയർ ചോദിക്കുന്നതാണ്, പക്ഷെ എന്റെ വീട്ടിൽ സ്കിൻ കെയറിന്റെ ബ്രാൻഡ് അംബാസഡർ ഇപ്പോണ്ട് ഉള്ളതുകൊണ്ട് ഇക്കാൻ രാവിലെ എത്തി കുളിക്കും, ഫേസ് വാഷ് ചെയ്യും, സൺസ്ക്രീൻ ഇടും. ഗ്ലോ ഇല്ലടാ. അതാണ് സ്കിൻ കെയർ, അത്രേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ കാറിൽ ഇവിടെ വരുന്ന സമയത്ത് പിന്നെ മേക്കപ്പ് ഇടും നന്നായിട്ട്, അത് തന്നെ മെയിൻ. വേണേ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്, അത്രയും കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അത്രേ ഉള്ളൂ സ്കിൻ കെയർ. ആ ചോദിച്ച ആളുടെ സ്കിൻ കെയർ ഒന്ന് പറയാമോ? നാച്ചുറൽ ആണ് നല്ലത്. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജീവ സർ, വാട്ട് ഈസ് യുവർ മെമ്മറി? Don't call me sir. ജീവ ചേട്ടാ, what is your memorable memory in the set of your movie? आप कैसे हो? आप कैसे हो? എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ നമ്മളോട്? എല്ലാ മെമ്മറീസ് ആണ്. കാര്യം എനിക്ക് സിനിമ, ഞാൻ അത് ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ആപ്കൈസയ്ക്ക് മുമ്പ് 2-3 സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത് ധ്യാൻ ചേട്ടൻ. അപ്പോൾ ഒരു ദിവസം ഒരു കോൾ വന്നു, ഞാനാണോ ധ്യാൻ ശ്രീനിവാസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി ഒരാൾ വിളിക്കും എന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. ചേട്ടാ നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിലുണ്ട്, ഒരു സിനിമയുടെ കാര്യം പറയാനുണ്ട്, നീ ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്നും ഫ്രീ ആണ്. അങ്ങനെ ഞാൻ നേരെ ധ്യാൻ ചേട്ടനെ കാണാൻ പോകുന്നു. ധ്യാൻ ചേട്ടൻ ഒരു പരിപാടിയുണ്ട്, നിനക്ക് നീയായിട്ട് തന്നെ നിൽക്കാൻ പറ്റും, പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ സിനിമ ആണെന്ന് എന്താണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ അവിടെ മുതൽ ധ്യാൻ ചേട്ടനുമായിട്ട് സെറ്റിലുള്ള എല്ലാ ദിവസവും ഭയങ്കര മെമ്മറബിൾ ആണ്. കാര്യം നമുക്ക് സിനിമയിലേക്ക് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉള്ള ഒരു പ്രോജക്റ്റിന്റെ സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നും നമുക്ക് തരാത്ത ഒരാളാണ്. വളരെ കൂളായിട്ട് നമ്മളോട് തന്നെ നമുക്ക് കംഫർട്ടബിൾ സ്പേസ് ഒക്കെ തന്നു. അതാണ് സിനിമയിലുള്ള മെമ്മറി. പിന്നെ ധ്യാൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ വാങ്ങിക്കും, ആദ്യം നിന്ന് കൈയിട്ട് വരും. അതൊക്കെയാണ് ഞങ്ങളുടെ മെമ്മറീസ്. രാത്രിയിലത്തെ ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ഫുഡ്, അതൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ജീവ ചേട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആവാം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ വിചാരിച്ചേ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവുക ധ്യാനായിരിക്കും എന്ന് വിചാരിച്ചേ. നിങ്ങൾക്ക് ജീവയോട് മാത്രമേ ചോദിക്കാനുള്ളൂ? ഇല്ല, നമ്മൾ വലിയ ആൾക്ക് വേണ്ടി വലിയ ക്വസ്റ്റ്യൻസ് പുറകെ ധ്യാൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്. കുറെ ഇന്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിക്കാണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. വായിച്ചിട്ടുണ്ടോ അതോ ഇനി ലാസ്റ്റ് വായിച്ച് തീർന്നിട്ടാണോ ചെയ്തത്? സംഭവം എന്താ അറിയാമോ, ഇത് ഞാൻ എഴുതിയേ. അപ്പൊ ചോദിക്കേണ്ട ചോദ്യം എന്നറിയാമോ, ഇത് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ പറയും. എഴുതുന്ന വേറെ ആൾക്കാരെ നിന്നെ എഴുതും. എനിക്ക് എഴുതാനല്ലേ അറിയ, വായിക്കാനറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എന്നാ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് വേറൊരു ചോദ്യമുണ്ട്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നാണല്ലേ പറഞ്ഞേക്കുന്നത്? ആ ട്രൂ ഇവന്റ്സിന്റെ ഒരു ചെറിയ സാമ്പിൾ പറയാമോ? അയ്യോ അതാണ് സിനിമ, അതാണ് കഥ. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണണമെന്ന്. തീർച്ചയായും. യെസ്, ഓക്കെ, മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? യെസ്, വൺ മോർ ക്വസ്റ്റ്യൻ. ഹായ് ചേട്ടാ. ഹായ്. എനിക്ക്
ചേട്ടനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ മൂവി എന്തുകൊണ്ടാണ് ചെയ്യാന്ന് തീരുമാനിച്ചത്? വേറൊരു മൂവി ഇല്ലാത്തോണ്ട്. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും കഥ കേട്ട് അതിൽ ഒരു 10 പടം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിന് 2 പടത്തിന് ഡേറ്റ് കൊടുത്ത് ഒരെണ്ണത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ പടത്തിന്റെ പ്രൊമോഷൻസിന് നമ്മൾ ഇന്റർവ്യൂസിന് വേണ്ടി ഹോട്ടലിൽ വന്നു. അപ്പൊ ഇവരൊക്കെ കൂളായിട്ട് വന്നപ്പോൾ ഞാനൊരു ലഗേജും കൊണ്ടാണ് വരുന്നത്. അതിനാണത് ഞാൻ പറഞ്ഞു ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ ഷർട്ട് മാറാം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു കോളേജിൽ പോകുന്നുണ്ട്, ഞാൻ വേറെ ഷർട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു നീ ഇങ്ങനെ ഷർട്ട് മാറുമല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാസത്തിൽ 3 പടമുണ്ട്, എനിക്ക് 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒരു സിനിമയുള്ളൂ. അപ്പൊ ഞാനത് ആഘോഷിക്കും. അതാ മക്കളെ, ഞാൻ സെലക്ട് ചെയ്തല്ല, ഇവര് ചെയ്തതാ. അതുകൊണ്ട് ആര് വിളിച്ചാലും ഞാൻ പോകുന്നു, സിനിമ ചെയ്തു, അത്രേ ഉള്ളൂ. ജിയോ ചേട്ടാ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? എനിക്ക് എന്റെ ഫ്രണ്ടിന് ഒരു സെൽഫി എടുക്കണം ചേട്ടൻ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു സെൽഫി എടുക്കണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങളുടെ പെമ്പിള്ളാര് വെറുതെ ആയി പോയപ്പോ. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടെ. ഈ കാര്യം നമ്മൾ എന്തൊക്കെ ഡേ ആണെന്ന് പറഞ്ഞാൽ ഇന്ന് സത്യത്തിൽ വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ വാലന്റൈൻ ഉണ്ടാകും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ധ്യാനം ജീവയുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ച് നിങ്ങൾ എല്ലാവരും വന്നിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലവ് ലെറ്റർ എഴുതാൻ അറിയാമായിരിക്കുമല്ലോ, ഇല്ലേ? കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ ഞാനൊരു അവസരം തരാം. നിങ്ങൾക്ക് ഒന്നുകിൽ ധ്യാനോ അല്ലെങ്കിൽ ജീവയ്ക്കോ ഇവിടെ വന്ന് പെട്ടെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലവ് ലെറ്റർ പ്രസന്റ് ചെയ്താൽ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. തയ്യാറല്ലേ? ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറല്ലേ? ഒന്ന് ഒച്ചത്തിൽ പറ. അപ്പൊ ആദ്യം ആരാ വരാം? ഓടിച്ചാടി വരുന്നത് ആരാ? വാ വാ വാ, ഓടി വാ, സ്റ്റേജിലേക്ക് പോരെ. എഴുതണ്ട, സ്റ്റേജിൽ വന്ന് പറഞ്ഞാൽ മതി. ഇംപ്രസ് ചെയ്യിക്കണം കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ണു തള്ളണം. വാ വാ വാ, സ്റ്റേജിലേക്ക് വാ. വീണ്ടും ഞാൻ ഓർമ്മിക്കട്ടെ, ആ കൈസേ ഹോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടാ. ബാബാ, പ്രണയലേഖനം പറയാനുള്ള ആള് വന്നിരിക്കുകയാണ്. ലവ് ലെറ്റർ പറയാൻ പോകുന്നത് She wanted to ask you something. Skip the class in your life. I didn't go to college. No college. No class. College is skip. ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും. നമുക്ക് ലവ് ലെറ്ററിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചുകൂടെ പിള്ളേർ വെയിറ്റിംഗ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായി. വരി വരിയായി ഒന്ന് കണ്ടിന്യൂ ചെയ്താലോ? അത്
ചോദിക്കാനുള്ളത്. ചേട്ടനോ ചോദിച്ചോ. ഓമൻ കൺമണി ആ പാട്ടിന്റെ ഓഹോ നരൻ ആ പാട്ടിന്റെ പാടിത്തരാം. എന്നോട് പാടാമോ? അയ്യോ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഹൈ പിച്ചിൽ തന്നെ പാടണേ. മോള് പാടുവോ? സപ്പോർട്ട് ചെയ്യാം. ആണോ? ഇത് ചോദ്യമായിരുന്നില്ലല്ലോ, ഇത് വലിയ പണിയായിരുന്നല്ലോ. ആ പാടിക്കോ, മോള് പാടിക്കോ. അല്ല വരികൾ തുടക്കം ഫീമെയിൽ അല്ലേ? ഏതാ? ഓഹോ തന്നെ സ്റ്റാർട്ട് ചെയ്യൂല. അത് ഞാൻ പാടും. ഓമൻ കൺമണി ഇതിലെവാ കനവിൻ തിരകളിൽ ഒഴുകിവാ നാടിനുമായ തരാവുവൻ എന്നോമലിൽ ഉണരുന്നീ അമ്മപ്പുഴയുടെ കൈതലാം അന്നൊഴുകി കിട്ടിയ നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരൂ നീ. കുടനെയ്യുവാൻ മുകിലുകൾ അതിമാറി വെൺചുവരുകൾ നിനക്കൊരു കുടം കുളിരുമായി. പുതുമഴമണി മയൂരമായി ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. ഏത് മോഡ്? വിനീത് ശ്രീനിവാസൻ മോഡ്. ഒരു പാട്ടോടെ പാടിക്കോട്ടെ. നിന്റെ ഒരു പാട്ട് വേണം. നിന്റെ ജീവയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? പാട്ട് ഞാൻ പറയാം. നീ ഒരുപാട് ഓർമ്മകളായി ഇറക്കിയില്ലേ? ജ്ഞാപകം. ആർക്കാ ആ പാട്ട് നന്നായിട്ട് അറിയാവുന്നേ? ധ്യാൻ ചേട്ടന് മാത്രം കമ്പനി കിട്ടിയപ്പോ എനിക്ക് നന്നായിട്ട് പാടാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ കൂടെ വന്ന് എനിക്ക് പാടാൻ പറ്റും. ഒറ്റയ്ക്ക് പാടാൻ പറ്റില്ല. നമ്മുടെ STC മ്യൂസിക് ക്ലബിന്റെ കൂടെ വരുന്നവർക്ക് വരാം, അല്ലാത്ത സ്റ്റുഡൻസിന് വരാം ജീവ ചേട്ടനെ ജോയിൻ ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് പാട്ടും പാടും. ടീച്ചേഴ്സിനും ജോയിൻ ചെയ്യാം. യെസ് ഓഫ് കോഴ്സ് പ്ലീസ്. ഐ ഡോണ്ട് മൈൻഡ്. നിങ്ങൾ ഏറ്റവും കോൺഫിഡന്റ് ആയ ഒരു പാട്ട് വരൂ. അതിന് ഈ പ്രമദമണം വേണോ ഇല്ലെങ്കിൽ ഞാൻ പാടും. ഗംഗ വേണോ? കൂടെ പാടാൻ പോലും ആരും എന്റെ പാട്ടിന് മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പാടട്ടെ? ഏത് പാട്ട് വേണം? ജ്ഞാപകോ? അതൊരു ജ്ഞാപകമില്ല എന്റെ ലിറിക്സ്. പൊന്നോലത്തുമ്പി വേണം. ഇങ്ങടെ വന്നേ നീ, ഇങ്ങടെ വന്നേ ചോദിക്കട്ടെ. ഒറ്റയ്ക്ക് നിന്ന് പുഴുകുമ്പോൾ അന്നെ കണ്ടു. ഇനി വാ 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 വാ. നേരത്തെ ഫോട്ടോ എടുക്കാൻ വന്നല്ലേ? അവിടെ വെച്ച് ഹായ് പറഞ്ഞേ. വാ 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 വരൂ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇഷ്ടപ്പെട്ട പാട്ടേതാ? നമ്മൾ ഒരുമിച്ച് പാടാം. ഇഷ്ടപ്പെട്ട പാട്ട് പറയാം. പൊന്നോലത്തുമ്പി അറിയോ? ഫോണിലുണ്ടാ? ലിറിക്സ് എടുത്തോ. ഏത് പാട്ട്? ഇഷ്ടമുള്ള പാട്ടിന്റെ ലിറിക്സ് എടുത്തോ. ഇഷ്ടമുള്ള പാട്ടേതാ? അങ്ങനെയില്ല. എന്നാ പൊന്നോലത്തുമ്പിയുടെ ലിറിക്സ് എടുത്തോ. നമ്മുടെ 4 പേര് പാടിയാൽ മതി. 4 പേര് എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് പാടരുത്. വാ ഒരു മൈക്ക് കൊടുക്കാവോ? അടുത്തായി എന്താ പേര്? സുഹാനയും ജീവയും നയിക്കുന്ന ഡുവറ്റ്. എനിക്ക് തോന്നി ഇതാണ്. റെഡി റെഡി തുടങ്ങാം നമുക്ക്. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ ആട് ആട് നീയാടാ
ജന്മം വേനൽ കനവായി പൊയ്പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീയാടാ. താങ്ക് യു സുഹാന, താങ്ക് യു സോ മച്ച്. ഹാപ്പി വാലന്റൈൻസ് ഡേ. സുഹാനയ്ക്ക് ഒരു നല്ല കൈയടി. ഓക്കെ, ബൈ. ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനം കൊടുത്താലോ? നാളെ മുതൽ ഈ ഗേറ്റിന്റെ പുറത്ത് ഒരു ബക്കറ്റ് ആയിട്ട് ഇവനുണ്ടാവും പാട്ടും പാടാൻ. ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് ഒരു ചെറിയ സമ്മാനം ഞാൻ ചേട്ടാകാം. ഓ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ആ ആ ഞാൻ വൈഫിന് ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട വന്നു. ആ, ഞാൻ പിന്നെ പണിവാണ്. ഞാൻ ആദ്യമായിട്ട് ഞാൻ സൂര്യ മ്യൂസിക്കിലുള്ള സമയത്ത് ഒരു ഫെബ്രുവരിയിലാണ് അപർണ പിന്നെ വൈഫ് ആയതിനു ശേഷം വൈഫ് ആയതിനു ശേഷം അല്ലേ, അത് ആ ഒരു ഫെബ്രുവരി മാസം അല്ല അങ്ങനെ ഡേറ്റ് ഒന്നും ആയിട്ടില്ല. കല്യാണത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് ഡയറി മിൽക്കും ഒരു കാർഡും ഒരു ചെറിയ 3-4 റോസാപ്പൂവും. കാര്യം അതിനുള്ള ബഡ്ജറ്റ് ഉള്ളായിരുന്നു. ഞാനേ കുറേ പേർക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വൈഫിനൊന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ. നീ വാങ്ങണം ഇന്നിനി വാങ്ങണം. ഡയറി മിൽക്കും എന്താ ഡയറി മിൽക്കും കാർഡ് കാർഡ് ഓക്കെ സേഫ് ഓക്കെ സേഫ് ആയിരിക്കണം. എന്തും പറയാം. ഹായ് ഹായ് ഹായ്. അവള് മലയാളിയാണ്. എന്തോ പറയുന്നു വെച്ചിട്ട് പൊടിയുന്നു. എന്നോട് ആരാണ് വിളിക്കാൻ പറഞ്ഞില്ല. ഇവര് ഗാലന്റൈൻ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നു. ആണോ? ഞാനങ്ങനെ ആരെയും കാണിച്ചെടുക്കാറില്ല. ബൈ. ക്വസ്റ്റ്യൻ ചോദിച്ചവർക്കൊക്കെ ധ്യാൻ ചേട്ടന്റെ വക വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ആരും ഇതുവരെ കൊടുക്കാത്ത സമ്മാനം ഡയറി മിൽക്ക്. പരിപാടി അവസാനിച്ചതായോ? അവസാനിച്ചു. പാട്ട് പാടി കുട്ടി. പാട്ടുപാടിയായിട്ട് സമ്മാനം. ഓക്കെ, ഒടുവിൽ കലാപരിപാടികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്രയും നേരം ഞങ്ങളോട് ചോദിച്ചില്ല ആപ് കേസേ ഹോ, ആപ് കേസേ ഹോ. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഫെബ്രുവരി 28-ാം തീയതിയാണ് സിനിമ. ഒരു കുഞ്ഞു സിനിമയാണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന യൂത്തിന്റെ പൾസ് മനസ്സിലാക്കിയുള്ള ഒരു സിനിമ. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. ഒരു മണിക്കൂർ പിന്നെ 1.25 മണിക്കൂർ സിനിമയേ ഉള്ളൂ. അപ്പൊ അത്രയും സമയം പിന്നെ ഞങ്ങളുടെ സിനിമയുടെ ഫണ്ടിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുക. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞങ്ങളെ ഫീഡ്ബാക്സ് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു കലാകാരന്റെ. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വാലന്റൈൻസ് ഡേ ആൻഡ് നിങ്ങളുടെ 100 years ഓഫ് സെലിബ്രേഷൻ കൈസേവ ടീമിന്റെ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടിച്ചു പൊളിക്കുക. താങ്ക് യു. നിങ്ങൾക്കും വിഷമമുണ്ടെന്ന് അറിയാം, ഞങ്ങൾക്കും വിഷമമുണ്ട്. ബട്ട് വിൽ സീ യു ഓൾ ഓൺ തിയേറ്റേഴ്സ്. ആപ് കേസേ ഹോക്ക് ഞങ്ങളുടെ വക ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, ഇല്ലേ? Yes, so thank you once again for gracing SCC on this very Valentine's Day. Once again, a big thank you.